പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചസ് പ്രോപ്പറായിട്ട് എങ്ങനെ കെയർ ചെയ്യണം എന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ വീഡിയോ കാണൂ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നോർമൽ ഡെലിവറി ആയാലും സിസേറിയൻ ആയാലും സ്റ്റിച്ചസ് മര്യാദക്ക് കെയർ ചെയ്തില്ലെങ്കിൽ അത് പഴുക്കാനും അതിന്റെ പുറകെ വേറെ കോംപ്ലിക്കേഷൻസ് വരാനും സാധ്യതയുണ്ട്. നോർമൽ ഡെലിവറിയിൽ പെരിനിയൽ ഏരിയയിൽ എപ്പിസിയോട്ടമിയോ അല്ലെങ്കിൽ ടയറോ ഉണ്ടായിട്ടുള്ള മുറിവിനെ തുന്നിയിട്ടുള്ള സ്റ്റിച്ചസ് ഉണ്ടാവും. അതിനെ വൃത്തിയായിട്ട് ഉണക്കായിട്ട് സൂക്ഷിക്കണം. ഓരോ തവണ ബാത്റൂമിൽ യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോഴും വാഷ് ചെയ്തിട്ട് ടിഷ്യൂ പേപ്പറോ വൃത്തിയുള്ള തുണിയോ വെച്ചിട്ട് പാറ്റ് ചെയ്ത് ഡ്രൈ ചെയ്യുക. ഒരിക്കലും വൈപ്പ് ചെയ്യരുത്. അതുപോലെ മോശം പാസ് ചെയ്തതിനു ശേഷം ആ ഭാഗം സോപ്പിട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് പാഡ് ഡ്രൈ ചെയ്ത് കൊടുക്കുക. ഒരു ദിവസം 2-3 പ്രാവശ്യം സിക്സ് ബാത്ത്, അതായത് ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ആ ഭാഗം മുട്ടുന്ന രീതിയിൽ ഇരിക്കുന്നത് വളരെ നല്ലതാണ്. ആ ഭാഗത്ത് ഹീലിംഗ് ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി സിസേറിന് ശേഷമുള്ള മുറിവാണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ആദ്യത്തെ ഒരു 48 മണിക്കൂറോളം ആ മുറിവിൽ വെള്ളമോ നനവോ ഒന്നും ആവാതെ സൂക്ഷിക്കണം. മിക്കവാറും സ്റ്റിച്ച് ട്രിം ചെയ്യലും ഡ്രസ്സിങ് ചേഞ്ച് എല്ലാം ചെയ്യുന്നത് 48 മണിക്കൂറിന് ശേഷമായിരിക്കും. അതിനുശേഷം ആ ഭാഗം നല്ലപോലെ സോപ്പിട്ട് നമുക്ക് വാഷ് ചെയ്ത് കഴുകാം. സോപ്പും വെള്ളമൊന്നും ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം മോയ്സ്ചർ, എണ്ണമയം ഒന്നും അവിടെ തങ്ങി നിൽക്കാതെ സൂക്ഷിക്കണം. അതുപോലെ പാൻറ്റീസിന്റെ പാഡിന്റെ ഒക്കെ എലാസ്റ്റിക്കോ ചരടോ അങ്ങനെ ഒന്നും ആ സ്റ്റിച്ചിന്റെ ഭാഗത്ത് വന്ന് നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, തന്നിട്ടുള്ള മെഡിസിൻസ് പ്രോപ്പറായിട്ട് കഴിക്കുക, ഡോക്ടർ ഫോളോ അപ്പ് മുടങ്ങാതിരിക്കുക. ആ ഫോളോ അപ്പിന്റെ സമയത്തായിരിക്കും അവർ ആ സ്റ്റിച്ചിന്റെ ഹീലിംഗ് നോക്കുന്നത്. മുറിവിന്റെ ഭാഗത്ത് കൂടുതലായിട്ട് റെഡ്നെസ് പോലെ തോന്നുമോ, മുറിവ് തുറന്നിരിക്കുന്ന പോലെ ഉണ്ടാവോ, അതിന്റെ ഉള്ളിൽ നിന്ന് പഴുപ്പ് വരുന്ന പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ വേദന പെട്ടെന്ന് തീവ്രമായിട്ട് കൂടുന്ന പോലെയോ എന്തെങ്കിലും തോന്നിയാൽ വെച്ചുകൊണ്ടിരിക്കാതെ ഇമ്മീഡിയറ്റ്ലി ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം.